മണിപ്പൂരിലെ എല്ലാ വഴികളിലും സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശം. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. കൊള്ളയടിച്ച ആയുധങ്ങൾ തിരികെ ഏൽപ്പിക്കാത്തവർക്കെതിരെയും കർശന നടപടിയുണ്ടാകും. വിനീത വിജി ഡൽഹിയിൽ നിന്ന്. വിനീത, വിവരങ്ങൾ. ഉന്മേഷ്, രാഷ്ട്രപതി ഭരണം തുടരുന്ന മണിപ്പൂരിലെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി കഴിഞ്ഞ ദിവസമാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. ഈ യോഗത്തിലേതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന നിർണായക തീരുമാനം. ഇതിൽ ഈ മണിപ്പൂരിൽ സംഘർഷങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ പല റോഡുകളിലും പല വഴികളിലും ഒക്കെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ കുക്കി ആധിപത്യമുള്ള മേഖലകളിൽ മെയ്തേയ് വിഭാഗത്തിനും അവിടെ നിന്ന് തിരിച്ചും ആളുകൾ കടക്കുന്നതിനും മറ്റും വലിയ നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരുന്നത്. ചെക്ക് പോസ്റ്റുകളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ ആ മേഖലകളിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്തരം നടപടികളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സഞ്ചാര സ്വാതന്ത്ര്യം പൂർണ്ണമായും ഉറപ്പാക്കാനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാർച്ച് 8 മുതൽ എല്ലാ മേഖലകളിലേക്കും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇതിനെ എതിർക്കുകയോ അല്ലെങ്കിൽ ഈ സഞ്ചാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നൊരു നിർദ്ദേശം കൂടി അമിത്ഷാ നൽകിയിരിക്കുകയാണ്. ഇന്നലെ ചേർന്ന യോഗത്തിൽ അജയ് കുമാർ ഭല്ല, മണിപ്പൂർ ഗവർണർ, അദ്ദേഹവും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ മണിപ്പൂരിന്റെ സുരക്ഷാ ചുമതലയുള്ള കുൽദീപ് സിംഗും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇവർക്കാണ് ഇത്തരത്തിലേക്കൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ആളുകൾ തട്ടിയെടുത്തുകൊണ്ട് പോയ ആയുധങ്ങളുണ്ട്. ഈ കൊള്ളയടിച്ച ആയുധങ്ങൾ എത്രയും വേഗം തിരികെ നൽകണമെന്ന് മണിപ്പൂർ ഗവർണർ തന്നെ നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഏതാണ്ട് 300-ലധികം ആയുധങ്ങളാണ് ആളുകൾ തിരികെ ഏൽപ്പിച്ചത്. ഇനിയും ആയുധങ്ങൾ ഏൽപ്പിക്കാത്തവർക്കെതിരെ കടുത്ത നടപടിയെടുക്കാനും ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉന്മേഷ്, വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്.